ഹായ് ഓൾ, എല്ലാവർക്കും പോരാട്ടം BSc സ്വാഗതം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ ഒരു സിമ്പിൾ ഭാഗം പഠിക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന ചെറിയൊരു പോർഷനാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ടാഗ്സ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ക്വസ്റ്റ്യൻ ടാഗിന് വളരെ പ്രാധാന്യമുണ്ട്. പൊളൈറ്റായി എന്തെങ്കിലും ചോദിക്കാനോ ഒരു സംഭാഷണം കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ശരിയാണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കോൺവെർസേഷൻ വളരെ ഷോർട്ടായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് നമ്മളെ സഹായിക്കും. ക്വസ്റ്റ്യൻ ടാഗ് ഇംഗ്ലീഷിൽ മെയിനായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, സെൻറ്റൻസസ് ഹാവിങ് ഓക്സിലറി വേർബ്സ്. ഓക്സിലറി വേർബ്സിൽ ഉൾപ്പെടുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബിലുള്ള സെൻറ്റൻസ്. ദെൻ നെക്സ്റ്റ് വൺ, സെൻറ്റൻസസ് ഹാവിങ് മെയിൻ വേർബ്സ്. മെയിൻ വേർബിലുള്ള സെൻറ്റൻസസ്. ഈ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ടൈപ്പിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, sentences having auxiliary verbs. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മുടെ സെൻറ്റൻസിലെ മെയിൻ വെർബിനെ സഹായിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർബ്സ്, ആക്ഷൻസ് വെർബാണ് എന്തെന്ന് പറയുന്നത്, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ഈസി ആയിട്ട് ഒരു സെൻറ്റൻസ് എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഹീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ഈ സെൻറ്റൻസിൽ അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് കളിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അവൻ ചെയ്യുന്ന ആക്ഷൻ. അവൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കളിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ വെർബാണ് ഏതെന്ന് പറയുന്നത്, പ്ലേ എന്ന് പറയുന്നത്, പ്ലേയിങ് എന്ന് പറയും. അപ്പോൾ ഈ പ്ലേയെ സഹായിക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്ത വെർബാണ് എന്തെന്ന് പറയുന്നത്, ഈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സെൻറ്റൻസിൽ മെയിൻ വെർബിനെ സഹായിക്കാനായിട്ട് നമ്മൾ എന്ത് ചേർക്കാറുണ്ട്, കുറച്ച് വേറെ വേർബ്സ് കൂടെ ചേർക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് വേർബ്സ് ചേർക്കാറുണ്ട്. അതാണ് ഓക്സിലറി വേർബ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഓക്സിലറി വേർബ്സ് 24 ആണ് ഉള്ളത്. ടോട്ടൽ 24 ഉണ്ട്. 24 ഓക്സിലറി വെർബാണ് ഇംഗ്ലീഷിൽ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഓക്സിലറി വെർബ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഫസ്റ്റ്, ഈസ്, ആം, ആർ. ഈസിൻ്റെ ആമിൻ്റെ പാസ്റ്റാണ് വാസ്, ആറിൻ്റെ പാസ്റ്റാണ് വേർ. അപ്പോൾ 5 ഓക്സിലറി ആയി. ഈസ്, ആം, ആർ, വാസ്, വേർ. ദെൻ നെക്സ്റ്റ് വൺ, ഹാസ്, ഹാവ്. ഹാസ് ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹാസും ഹാവിൻ്റെ പാസ്റ്റ് എന്താണ്, ഹാഡാണ്. ഹാസ്, ഹാവ്, ഹാഡ്. ഡു, ഡസ്. ഡൂൻ്റെ ഡസിൻ്റെ പാസ്റ്റാണ് ഡിഡ്. അപ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. ദെൻ നെക്സ്റ്റ് വൺ, വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ്. വില്ല്, വുഡ്. ഷാല്, ഷുഡ്. ക്യാൻ്റെ പാസ്റ്റ് കുഡ്. ക്യാൻ, കുഡ്. മേ, മൈറ്റ്. ഇനി നെക്സ്റ്റ് ഒരു 5 വേർഡ്സ് കൂടെ പഠിച്ചാൽ മതി. മസ്റ്റ്, നീഡ്, ഡെയർ, ought to, used to. അപ്പോൾ നമ്മുടെ PSC പർപ്പസിൽ മസ്റ്റും യൂസ്ഡ് ടു ഒക്കെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്.
അല്ലാതെ ബാക്കിയുള്ള വേർഡ്സ് എല്ലാം എല്ലാ ഓക്സിലറിയും നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞാൽ മതി. അപ്പോൾ വില്ല് വുഡ്, വില്ലിൻ്റെ പാസ്റ്റ് വുഡ്, ഷാൽ ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ്, മസ്റ്റ് നീഡ്, ഡെയർ, ഓട്ട് ടു, യൂസ്ഡ് ടു. അപ്പോൾ ഈ 24 ഓക്സിലറി വേർബ്സ് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം.